വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കസിൻ്റെ കല്യാണത്തിന് പോകാൻ അമ്മേനെ കണ്ടതുപോലെ തന്നെ. അപ്പോൾ നമ്മൾ പോകാൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മിമ്മിനിയുടെ ഔട്ട്ഫിറ്റ് നോക്കും, എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. സോ നമുക്ക് ഇനി ബാക്കി വീഡിയോസ് അവിടെ കാണാം. ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോവാണ്. അവിടെ നിന്നൊരു 8 AM പൈസ എടുക്കണം. 8 AM പൈസ എടുത്തിട്ട് ഞങ്ങൾ ഓട്ടോയിൽ പോകാനുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് കസിൻ ചേച്ചിയുടെ ഫുൾ കല്യാണവും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നതും വോയിസ് ഓവർ ഇല്ലാതെ തന്നെ എല്ലാം ലൈവായിട്ട് റെക്കോർഡ് ചെയ്യാമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഭയങ്കര ബഹളമാണ്, ഭയങ്കര മെസ്സപ്പായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യാനല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. ഇവിടെ അപ്പുറത്തെ വീട്ടിലൊരു പണി നടക്കുന്നുണ്ട്, അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. അപ്പോൾ ഇത് കുടപ്പനക്കുണ്ട് ദേവി ക്ഷേത്രത്തിൻ്റെ മണ്ഡപമാണ് ഈ കാണുന്നത്. ഇവിടെ വെച്ചിട്ടാണ് താലി രാവിലെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ വെച്ച് കഴിഞ്ഞു. അവർ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഞങ്ങൾ അതിന് മുന്നേ തന്നെ മണ്ഡപത്തിൽ വന്നിട്ട് പയ്യൻ്റെ വീട്ടുകാർ വരുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഇനിയും വരാനുണ്ട്. ദേവു ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡിൻ്റെ ഏറ്റവും അടുത്ത കസിനാണ് അവൾ. ഞാനും കസിനാണ്, എന്നാലും അവളുടെ അമ്മയുടെ ചേച്ചിയുടെ മോളാണ് ഈ ബ്രൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ കവിത ചേച്ചിയെ കാണാൻ വേണ്ടി, കവിത എന്ന് പറയുന്നത് ബ്രൈഡിൻ്റെ പേരാണ്. കവിത ചേച്ചിയെ കാണാൻ വേണ്ടി ഡ്രസ്സിംഗ് റൂമിൽ പോയപ്പോൾ അവിടെ ക്യാമറാമാൻമാർ ഫോട്ടോഷൂട്ട് നടത്തുന്നതാണ് കണ്ടത്. അതിനകത്തേക്ക് കയറാൻ ഒരു നിർവാഹവും ഇല്ലായിരുന്നു. പിന്നെ അതിനകത്തേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ടൈമിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് മറന്നു. അപ്പോഴത്തേക്കും ആ പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ആ മാല ഇടുന്നതാണ് ദേവുവിൻ്റെ മറ്റൊരു കസിനാണ്, ശംഭു എന്നാണ് പേര്. ആദിത്യ എന്നാണ് തോന്നുന്നു ഒഫീഷ്യൽ നെയിം, എനിക്ക് അവർക്ക് അറിയില്ല. അങ്ങനെ അവർ വന്നു, അവരെ സ്വീകരിച്ചു. അത്യാവശ്യം ഇന്നലെ നല്ല മഴയായിരുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ന് മഴയൊന്നും പെയ്യരുതെന്ന്. അതുപോലെ തന്നെ ഇന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു ദൈവാനുഗ്രഹിച്ചിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ അടുത്ത് ഇവിടെ വെച്ച് ചെറിയൊരു ചടങ്ങുണ്ട്. ആ ചടങ്ങിന് വേണ്ടി എല്ലാവരും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും വന്നിങ്ങനെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. എല്ലാവരും അവരവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തിരക്കാണ്. ഇവിടെ ഫുൾ ഒട്ടും വാദ്യവും അങ്ങനെ ഫുൾ ബഹളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ വിളിച്ചവരെല്ലാം എത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ റിസപ്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ കവിത ചേച്ചീനെ പിന്നെ മീറ്റ് ചെയ്യാൻ പോയി. ഞാൻ പിന്നൊരു ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീറ്റിങ്സ് പറഞ്ഞു. ഗ്രീറ്റിങ്സ് എന്നത് വിഷസ് പറഞ്ഞു. പിന്നെന്താ ഞങ്ങളവിടെ കുറേ നേരം സംസാരിച്ചങ്ങിരുന്നു. പിന്നെ ഇന്നലെ വന്നിട്ട് കവിത ചേച്ചിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ് വായിക്കാൻ വേണ്ടി. അങ്ങനെ കവിത ചേച്ചിനെ ഫോട്ടോസ് എടുത്തു. അതിനുശേഷം അടുത്തൊരു ചടങ്ങിന് വേണ്ടി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ. അപ്പം നിമ്മി ചേച്ചി ഔട്ട്ഫിറ്റ് ദേവുവിൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ ദേവുന്ന് ചോദിച്ചത് ആരെന്തെങ്കിലും ഇൻസ്പയർ ആയിട്ടുള്ള ലുക്കാണോ എന്ന്. പക്ഷേ അങ്ങനെ അല്ലെന്നാണ് അവൾ പറയുന്നത്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരവരുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മിമ്മിനിയുടെ വീട്ടിലായിരുന്നു സ്റ്റേ ചെയ്തത്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അപ്പനും ബാളും വന്നിട്ടുണ്ടായിരുന്നു. അവരും കൂടെ വന്നപ്പോഴത്തേക്കും പിന്നെ ഫുൾ അങ്ങ് ഓണായെന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവന് ഈ മണ്ഡപം എ സി ആണ്, ഇത് ആ ഡ്രസ്സിംഗ് റൂം എ സി ആണ്. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും മിമ്മിനിക്ക് വെള്ളം ദാഹിക്കുന്നത് ഞങ്ങൾ അവന് വെള്ളം ഡ്രിങ്ക് നോക്കിയപ്പോഴത്തേക്കും വെള്ളം ഡ്രിങ്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ കര ഒത്തിരി ദൂരാന്ന് പറഞ്ഞു ഒരു വണ്ടി എടുത്തൊന്ന് വന്നതായിരുന്നു. പക്ഷെ കട അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ചെറിയൊരു മാർജിൻ ഫ്രീ പോലൊരു കട അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടേക്ക് വെള്ളം വാങ്ങാൻ വേണ്ടി പോയതാണ്. അവസാനം വെള്ളം കിട്ടി. ജീവൻ തിരിച്ചു കിട്ടി. നമുക്ക് ആർക്കുള്ള സെറ്റപ്പ് നെറ്റിന് മുറിയുണ്ടല്ലോ. ലക്ഷ്മി കുട്ടി ലക്ഷ്മി കുട്ടിയാണ്. ഇത് പേര് തെറ്റിപ്പോയി. അപ്പം ഇതിനകത്തോട്ടാണ് കേട്ടോ കല്യാണം നടക്കുന്നത്.
പിന്നെ ഞങ്ങൾ അവനൊന്ന് വെള്ളം വാങ്ങിച്ച് ആസ്വദിച്ച് ഒടിച്ച് ഇങ്ങനെ മടന്ന് പോവാണ്. ഈ ഒരു ദേവീക്ഷേത്രം ഞാൻ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇവിടെ കല്യാണത്തിന് വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതും ഉണ്ടാവുന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് നമ്മൾ ടിപ്പിക്കൽ മല്ലൂസിൻ്റെ സ്വഭാവമാണല്ലോ ആര് എത്തുന്നതിന് മുന്നേ ആഹാരം കഴിക്കാൻ പോകുന്നത്. അങ്ങനെ നിർത്തി വെച്ച് പോകുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. അവർ ആര് ജസ്റ്റ് ഒന്ന് വെക്കുന്നത് മാത്രം കണ്ടാലും ബാക്കിയൊന്നും അവർക്ക് കാണണ്ട. അങ്ങനെ അങ്ങ് പോവാണ്. ഇപ്പം നമ്മൾ ഏത് കല്യാണത്തിന് പോയാലും ഇങ്ങനെയാണ്. ഈ ഒരു കല്യാണത്തിനെന്നല്ല ഏത് കല്യാണത്തിനും. പിന്നെ എന്താണ് ഞങ്ങൾ പയ്യൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ പോയി വെയിറ്റ് ചെയ്തു. ഒരാൾ ഒരു ടീം വരും, അവർ മാറുന്നതിന് മുന്നേ അടുത്ത ടീം ചെയ്തു. ഈ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ടാസ്ക്കാണ്. കാരണം ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോഴൊരാണെങ്കിൽ പറയാനുള്ളത് ഒരു ഫോട്ടോ എടുക്കാൻ കുറേ നേരമായി വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ തന്നെ നല്ല വിഷമായി തുടങ്ങി. അപ്പം ആ ഒരു ഇതും പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. പിന്നെ അവസാനം അവരെല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കും. ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ ബിസിനസ് എൻ്റെ ഉറച്ചായിരിക്കും. പിന്നെ എന്താണ് കഴിക്കാൻ പോയപ്പോഴേക്കും അവരെ എന്താണ് സദ്യ അവരെ ആൾ ഫുള്ളായിട്ട് അവരടച്ചു. പിന്നെ അടുത്ത കടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞങ്ങൾ പുറത്ത് പോയി നിന്നു. ഞങ്ങളെല്ലാവരും പിന്നെ അവനെ സംസാരിച്ചു നിന്നൊരു 10 മിനിറ്റോളം ഞങ്ങൾ വന്ന് സംസാരിക്കും. റിലേറ്റീവ്സ് ഉള്ളത് കൊണ്ട് സംസാരിച്ച് സമയം പോകുന്നതേ അറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളെന്താ കുറേ തമാശയും കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അത് അളവിൽ ഓർമ്മ ഞങ്ങൾ അതിനകത്തേക്ക് കയറി പോവാണ്. അവരങ്ങ് പറയാം ഏറ്റവും ബാക്കിൽ പോയിരിക്കാം. അവർ ഓരോ അനുസരിച്ചിരുന്നാലേ വിളമ്പാനൊരു ഇത് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ പോവാണ്. അത്യാവശ്യം നല്ലൊരു സദ്യ തന്നെയായിരുന്നു. വിഷമിരുന്നത് കൊണ്ടായിരിക്കും നല്ല രുചിയാണ് അവന് തോന്നിയത്. എല്ലാ തരം കറിയും ഒക്കെ ഉണ്ടായിരുന്നു. 3 പായസം ഉണ്ടായിരുന്നു. പപ്പടം പഴം ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലായി അപ്പോഴൊന്ന് പറയാം ചിപ്സ് ഉണ്ടെന്ന്. അപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. പിന്നെ സദ്യ കഴിച്ച് പുറത്ത് ഇറങ്ങിയതും ഞാൻ കവലശേഷി പോവാൻ പോവാണ്. കവലശേഷിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് ആ വണ്ടിക്കകത്ത് വയ്ക്കുന്ന ആ ഒരു സെറ്റപ്പാണ് നിങ്ങൾ കാണുന്നത്. കവലശേഷി എന്താണ് കല്യാണം കഴിഞ്ഞ് പോവാണ്. സാധാരണ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പോവും. വീട്ടുകാർ അങ്ങനെ ഓരോ കരച്ചിലും കാര്യങ്ങളൊക്കെ കാണാറുള്ളതാണ് പതിവ്. പക്ഷേ ഇവിടെ ഞാൻ അത്ര ഓവറായി ഒന്നും കണ്ടില്ല. സാധാരണ രീതിയിൽ തന്നെ യാത്ര വന്ന് പോയി. അതിനുശേഷം പോയപ്പോൾ വിഷമം ദേവുവിന് ഭയങ്കര വിഷമം തോന്നി. അവളിപ്പോൾ കരയുമെന്നുള്ളൊരു മട്ടിലായിരുന്നു നിന്നത്. ഞാൻ എന്തൊക്കെ ചോദിക്കുന്നത്, പക്ഷെ അവൾ റിപ്ലൈ ഒന്നും തരുന്നില്ല. അവൾ ആ ഒരു ഇതിനങ്ങായിപ്പോയി. പിന്നെ എല്ലാവരും അവളെ സമാധാനിപ്പിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും അവരെ മറവീട് കാണാൻ പോകണം. പിന്നെ എന്താ അവരെ റിസപ്ഷൻ അറ്റൻഡ് ചെയ്യണം. ആ ഒരു തിരക്കാണ് എല്ലാവർക്കും. അപ്പോൾ കല്യാണ വീഡിയോ ഇവിടെ വെച്ച് കഴിഞ്ഞാണ്. റിസപ്ഷൻ്റെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, സോറി. പിന്നെ എന്താണ് വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പോരായ്മകൾ ഉണ്ടെന്നറിയാം. അടുത്തൊരു വീഡിയോയിലായി കാണുന്നത് വരെ ബൈ.